22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് നീറ്റ്. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കഴിഞ്ഞ ചൊവ്വാഴ്ച പരീക്ഷ റദ്ദാക്കിയിരുന്നു. മഹാരാഷ്ട്രയിലെ നാസി കേന്ദ്രീകരിച്ചാണ് ചോദ്യപേപ്പറിന്റെ ആദ്യ ഡിജിറ്റൽ പകർപ്പ് പ്രചരിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് മുഖ്യപ്രതികളിലൊരാളായ BAMS വിദ്യാർത്ഥി ശുഭം ഖൈർനാറിനെ CBI കസ്റ്റഡിയിലെടുത്തു. പൂനെയിലുള്ള ഒരു ഏജന്റിൽ നിന്ന് 10 ലക്ഷം രൂപയ്ക്കാണ് ശുഭം ഖൈനാർ ചോദ്യപേപ്പർ വാങ്ങിയത്. ഹരിയാനയിലുള്ള മറ്റൊരു സംഘത്തിന് ഈ ചോദ്യപേപ്പർ 15 ലക്ഷം രൂപയ്ക്ക് ഇയാൾ മറിച്ചുവിറ്റ് 5 ലക്ഷം രൂപ ലാഭവുമുണ്ടാക്കി. എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകൾ വഴിയാണ് പേപ്പർ കൈമാറിയത്. പിടിക്കപ്പെടുമെന്ന് ഭയന്ന ഇയാൾ മുടി മുറിച്ച് രൂപം മാറ്റം വരുത്തി. തുടർന്ന് നാസിക്കിലെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനിടെ നാടകീയമായാണ് ഇയാളെ പിടികൂടിയത്. സാങ്കേതിക നിരീക്ഷണ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് CBI ഇയാളെ തിരിച്ചറിഞ്ഞത്. എന്നാൽ മകനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അന്വേഷണം സുതാര്യമായി നടക്കണമെന്നുമാണ് ശുഭത്തിന്റെ പിതാവ് മധുകർ ഖൈനാർ പ്രതികരിച്ചത്. പരീക്ഷ തുടങ്ങുന്നതിന് 45 മണിക്കൂർ മുൻപ് തന്നെ ചോദ്യപേപ്പർ ചോർന്നിരുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ പഠിക്കുന്ന രാജസ്ഥാനിലെ സീക്കർ സ്വദേശിയായ ഒരു വിദ്യാർത്ഥി പിതാവിന് മാതൃകാ ചോദ്യപേപ്പർ എന്ന് പറഞ്ഞ് അയച്ചതോടെയാണ് ചോർച്ചയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. പരീക്ഷയ്ക്ക് ശേഷം അധ്യാപകർ ഈ പേപ്പർ ഒത്തുനോക്കി. കെമിസ്ട്രിയിൽ 108-ൽ 45 ചോദ്യങ്ങളും ബയോളജിയിൽ 204-ൽ 90 ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറിലും ഉള്ളതായി കണ്ടെത്തി. സീക്കറിലെ ചില കോച്ചിംഗ് സെന്ററുകൾ ഈ പേപ്പർ ഉപയോഗിച്ച് പ്രത്യേക വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി പരിശീലനം നൽകിയതായും വിവരമുണ്ട്. പോർട്ടബിൾ സ്കാനറുകളും ടെലിഗ്രാം ശൃംഖലകളും ഷാഡോ സെർവറുകളും അടങ്ങുന്ന വൻ സാങ്കേതിക വിദ്യയാണ് ചോദ്യപേപ്പർ ചോർത്താൻ റാക്കറ്റ് ഉപയോഗിച്ചത്. പരാതിയുമായി ഒരു അധ്യാപകൻ ആദ്യം രാജസ്ഥാൻ പോലീസിനെ സമീപിച്ചെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. തുടർന്ന് ഇവർ NTA-ക്ക് ഇമെയിൽ അയക്കുകയും NTA വിവരങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കൈമാറുകയുമായിരുന്നു. IB-യുടെ നിർദ്ദേശപ്രകാരം രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് മെയ് 8-ഓടെ രാജസ്ഥാനിൽ നിന്ന് ഹരിയാനയിലേക്കും നാസിക്കിലേക്കും നീളുന്ന വൻ റാക്കറ്റിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. കേസിൽ മാസ്റ്റർ മൈൻഡ് എന്ന കരുതപ്പെടുന്ന മനീഷ് യാദവ്, സികാറിലെ കൺസൾട്ടൻസി കേന്ദ്രവുമായി ബന്ധമുള്ള രാകേഷ് മന്ദ്വാനിയ എന്നിവരുൾപ്പെടെ 15 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയാന, രാജസ്ഥാൻ, ബീഹാർ, ജമ്മു കാശ്മീർ, കേരളം എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ചോദ്യപേപ്പർ വ്യാപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്.